ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ചെറിയൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഇത് നാട്ടിൽ വെച്ച് ഇക്കയുടെ വീട്ടിൽ വെച്ച് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇന്നൊരു നോമ്പ് തുറയൊക്കെ ഉള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ നോമ്പ് മാസത്തിൽ എടുത്തൊരു വീഡിയോ ആണ്. അങ്ങനെ എനിക്ക് കുടിക്കാൻ വേണ്ടി ലൈം ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നോമ്പ് തുറക്കാൻ വേണ്ടി വാപ്പി വന്നപ്പോൾ ഒരുപാട് സ്നാക്സ് ഒക്കെ ആയിട്ടാണ് വന്നത്. ഇവിടെ അങ്ങനെ നമ്മൾ സ്നാക്സ് ഇങ്ങനെ പൊരിക്കാറൊന്നുമില്ല കേട്ടോ, കൂടുതലും പുറത്തുനിന്ന് മേടിക്കാറാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ പൊരിക്കാറാണ് കേട്ടോ പതിവ്. അങ്ങനെ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ വാവ നല്ല കളിയാണ് കേട്ടോ മുറ്റത്തൂടെ. അപ്പോൾ കൂടെ ഉമ്മയുണ്ട്, അതുപോലെ ഇക്കായുണ്ട്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും അടുത്ത് പോകുന്നതുകൊണ്ടും എനിക്ക് അധികം അങ്ങ് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല കേട്ടോ. ആള് എപ്പോഴും ഉമ്മ നോക്കിക്കോളും. അതുപോലെ വാവയ്ക്ക് മുറ്റത്തോടെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ ഇവിടെ നല്ല സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ ആൾ നല്ല ഹാപ്പിയാണ്. അതുപോലെ ഇത് നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിലത്തെ കുഞ്ഞു ഗാർഡനാണ് കേട്ടോ. ഇവിടെ കൂടുതലും ഇപ്പോൾ കടലാസ് പൂവാണ് കേട്ടോ ഉള്ളത്. പണ്ടൊക്കെ നിറച്ച റോസപ്പൂവും ജമന്തിപ്പൂവും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിവിടെ പാമ്പിൻ്റെ ശല്യം ചെറുതായിട്ട് വന്നപ്പോൾ മൊത്തം ക്ലീൻ ചെയ്ത് മാറ്റിയതാണ്. അപ്പോൾ പല കളേഴ്സിലുള്ള കടലാസ് ചെടി ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ശരിക്കുള്ള പേര് എനിക്കറിയില്ല, ഇവിടെ അങ്ങനെ ആട്ടോ പറയുന്നത്. അതുപോലെ പല വീഡിയോസിലും കാണിച്ചിട്ടുള്ള നമ്മൾ കുട്ടി മാവുണ്ട്. പിന്നെ ഇതൊക്കെയാണ് കേട്ടോ. ഇതിൻ്റെ ഒന്നും പേര് എനിക്കറിയത്തില്ല. അപ്പോൾ ജസ്റ്റ് ഞാൻ വീഡിയോ എടുത്തതേ ഉള്ളൂ. നേരത്തെയൊക്കെ നിറച്ച റോസ ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ റോസപ്പൂവൊക്കെ. അതുപോലെ നേരത്തെയൊക്കെ ഫുള്ള് പച്ചക്കളറിലെ പുല്ലൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ ക്ലീൻ ചെയ്ത് മാറ്റിയതാണ്. അതുപോലെ നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിലൊരു ചെമ്പകം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് ആദ്യമായിട്ട് ഞാൻ ചെമ്പകം കാണുന്നത്. അപ്പോൾ നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ പൂ. പക്ഷേ ഇത്തവണ അതുണ്ടായിരുന്നില്ല. അങ്ങനെ ഇതൊക്കെ കാണിക്കുന്നതിനിടെ നമ്മൾ ബാങ്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്നാക്സൊക്കെ ജസ്റ്റ് പ്ലേറ്റിലേക്കൊക്കെ മാറ്റുന്നുണ്ട്. അതുപോലെ വാപ്പി വന്നപ്പോൾ നെയ്പത്തിരിയും കട്ട്ലേറ്റും സമൂസയും പിന്നെ വേറെ കുറേ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഇവിടുത്തെ സ്നാക്സൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നോമ്പ് മാസമായ ഇവിടെ അടുപ്പിച്ച് കടകളായിരിക്കും ഈ വറുക്കുന്നതിൻ്റെയും പൊരിക്കുന്നതിൻ്റെയൊക്കെ എല്ലാ ടൈപ്പ് സ്നാക്സും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ കട്ട്ലേറ്റും സമൂസ എല്ലാം കഴിച്ചു നോക്കുന്നുണ്ട്. എല്ലാം നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. പക്ഷേ നമ്മുടെ നെയ്പത്തിരി മാത്രം തണുത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നെയ്പത്തിരിയൊക്കെ ചൂടോടുകൂടി കഴിക്കാനാണ് കൂടുതലും ടേസ്റ്റ്. പിന്നെ ഇത് വാപ്പി കൊണ്ടുവന്ന ഒരു സ്വീറ്റ്സാണ് കേട്ടോ. ഇത് റവയും അതുപോലെ തന്നെ സേമിയൊക്കെ വെച്ചുള്ള ഒരു അടിപൊളി സ്വീറ്റ്സാണ്. ആദ്യമായിട്ടാണ് കേട്ടോ ഇത് കഴിക്കുന്നത്. ഇത് ഏകദേശം ഒരു പുഡിങ് പോലെയൊക്കെയാണ് കേട്ടോ. ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കൂടുതലും മിൽക്ക് മെയ്ഡിൻ്റെയും അതുപോലെ തന്നെ നല്ല തിക്കായിട്ടുള്ള സേമിയ പായസത്തിൻ്റെയും കേസരിയുടെയും എല്ലാത്തിൻ്റെയും ഒരു മിക്സ് ആയിട്ടുള്ള ടേസ്റ്റാണ് കേട്ടോ. സംഭവം നല്ല അടിപൊളിയാണ്. വാവയ്ക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നോമ്പായതുകൊണ്ട് തന്നെ അധികം ഒന്നും കഴിക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഞാൻ ഒരു ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ രീതിയിലൊരു ചിക്കൻ ബിരിയാണി ആയിട്ട് വെച്ചത്. ഇവിടെ ബിരിയാണിയൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ ഓൾറെഡി സെറ്റായിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇതിൻ്റെ ബാക്കി കാണിക്കുന്ന വീഡിയോ പിറ്റേ ദിവസം എടുത്തതാണ് കേട്ടോ. ഈ വീഡിയോ വളരെ ഷോർട്ടായതുകൊണ്ട് രണ്ടാമത്തെ ദിവസത്തെ വീഡിയോയും കൂടി ചേർത്തിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി പുറത്തേക്കൊന്ന് പോവുകയാണ്. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുമില്ല, ഞാൻ കുറച്ച് നേരത്തെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ എല്ലാവരും ഒരുങ്ങിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ചെറിയൊരു പർച്ചേസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഫുഡും പുറത്തുനിന്ന് ആക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ തിരിച്ച് സൗദിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് ചെരുപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് ഡിസ്റ്റൻസ് ഉള്ള ബാറ്റിൽ പോകുമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ പോകുന്ന വഴിക്കെല്ലാം ഭയങ്കര ബജ്ജിക്കടകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഒരുപാട് ഐറ്റംസ് പൊരിച്ചൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. അതുപോലെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കടയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇക്കാക്ക് വേണ്ടി ഡെയിലി യൂസിന് വേണ്ടി ഒരു ബ്ലാക്ക് ഷൂ ആണ് കേട്ടോ വാങ്ങിക്കുന്നത്. സംഭവം നല്ല റേറ്റ് ആയിരുന്നു എല്ലാത്തിനും. പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഈ ഷൂയുടെ സെക്ഷനിൽ മാത്രം എത്ര ശതമാനം ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ പതിവ് പോലെ തന്നെ ഇവിടെ ഒട്ടും ആളില്ലായിരുന്നു. ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു സമയം. അപ്പോൾ ഞാൻ ജസ്റ്റ് ബാഗിൻ്റെയും പേഴ്സിൻ്റെയും ചെരുപ്പിൻ്റെയും എല്ലാം റേറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. ബാഗൊക്കെ ഭയങ്കര റേറ്റ് ആയിരുന്നു, പക്ഷെ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. ചെരുപ്പും നല്ല റേറ്റ് ആയിരുന്നു. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ചെരുപ്പൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വാപ്പി ഉമ്മിക്ക് വേണ്ടിയും ചെരുപ്പ് സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഷൂ എന്ന് പറഞ്ഞ് ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. വലിയ സെലക്ഷൻ ഷൂവിൻ്റെ സെക്ഷനിലൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ ഇക്ക ട്രയൽ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇക്കാക്കുള്ള ഷൂ ഇവിടുന്ന് തന്നെ നമ്മൾ എടുക്കുന്നുണ്ട്.
പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കുഞ്ഞു ഷോപ്പിൽ നിന്ന് ഐസൂന് ഡെയിലി വെയറിന് ഒരു ചെരുപ്പ് എടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ വലിയ റേറ്റും കാര്യങ്ങളൊന്നുമില്ല, ചീപ്പ് റേറ്റാണ്. പക്ഷെ സംഭവം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു ഷൂ ആണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഒരുപാട് മോഡൽ ഷൂ ഉണ്ടായിരുന്നു, പക്ഷേ ആളുടെ സൈസിനൊത്ത് ഉണ്ടായിരുന്നില്ല, ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇതാ നമ്മൾ ഇതും കൂടി പർച്ചേസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിന് ശേഷം എനിക്ക് ഉമ്മയ്ക്കും ചെരുപ്പ് എടുക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഡിസ്റ്റൻസ് പോകണം. അങ്ങനെ ഇതാ നമ്മൾ ആ ഒരു കടയിലും എത്തിയിട്ടുണ്ട്. അതുപോലെ കടയുടെ പേര് സ്പാർട്സ് എന്നാണ് കേട്ടോ. ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഷൂവിൻ്റെ ആണെങ്കിലും സാധാരണ ചെരുപ്പിൻ്റെ ആണെങ്കിലും എല്ലാം ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് നമ്മളിവിടെ വരാറുള്ളതാണ്. അപ്പോൾ ഇക്കാണ് കേട്ടോ എനിക്ക് ഇത്തവണ ഷൂ ഒക്കെ സെലക്ട് ചെയ്ത് തന്നത്. പക്ഷേ ആ വീഡിയോസൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ട് 1 മാസത്തോളം ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ ചെരുപ്പെല്ലാം ഷൂ ഒക്കെ ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഉമ്മയ്ക്ക് ഉള്ള ചെരുപ്പും കൂടി ഒന്ന് സെലക്ട് ചെയ്യുന്നുണ്ട്. ഉമ്മയുടെ പുതിയ ചെരുപ്പായിരുന്നു കേട്ടോ, പക്ഷേ മരിച്ച വീട്ടിലൊക്കെ പോയപ്പോൾ അതങ്ങ് മിസ്സായിപ്പോയി. അങ്ങനെ ഇതാ ഉമ്മി എപ്പോഴും ഏകദേശം ഒരേ മോഡൽ ചെരുപ്പാണ് കേട്ടോ എടുക്കുന്നത്. അങ്ങനെ അതൊക്കെ ഉമ്മി സെലക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അത് നല്ല ക്യൂട്ടായിട്ടുള്ള കളക്ഷൻസ് ആയിരുന്നു. പിന്നെ ഇതാ ഉമ്മി ചെരുപ്പൊക്കെ ഒന്ന് ട്രയൽ ചെയ്ത് നോക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഷൂവും അതുപോലെ തന്നെ ഉമ്മിക്കുള്ള ചെരുപ്പൊക്കെ സെലക്ട് ചെയ്ത് അത് പർച്ചേസ് ചെയ്തതിന് ശേഷം നമ്മൾ പുറത്തുനിന്ന് ഫുഡ് മേടിച്ച് വീട്ടിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ കുറച്ച് ഡിസ്റ്റൻസിലുള്ള ഒരു ഹോട്ടലിൽ നിർത്തി പൊറോട്ടയൊക്കെ മേടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ബീച്ചിൽ പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നെങ്കിലും അത് പിന്നെ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷവും കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഇഷ്ടമായ കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കില്ല കേട്ടോ. അതുപോലെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ ബൈ.